ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു വീഡിയോ ചെയ്യാൻ നോക്കും. വേറൊന്നുമല്ല, ഇന്ന് ഞാൻ കുറേ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ഒരു വീഡിയോ ഞാനിങ്ങനെ കണ്ടു. ഒരു ഇപ്പോൾ ട്രെൻഡിങ്ങിന് പോണ ഒരു വീഡിയോ പോലത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ ഈ ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ കാര്യം എന്നുള്ളത്. ബസ്സിലെ കുറേ ഇഷ്യൂസും തന്നെയാണ് കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. ഇങ്ങനെ ഒരു ബസ്സിൽ കയറിയിട്ട് ആ പെൺകുട്ടിയുടെ മോശമായിട്ട് പെരുമാറി എന്നുള്ള ആ ഒരു വീഡിയോ ആണ് കണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പടവും വെച്ചിട്ട് ഇങ്ങനെ പ്രണാമം എന്നുള്ളൊരു സംഭവമാണ് കണ്ടത്. എനിക്കത് ശരിക്കും ഭയങ്കര വിഷമമായിപ്പോയി. നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കുക അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ ഇരയാക്കിയത്, ഞാൻ അങ്ങനെ ആ വേർഡ് ഉപയോഗിക്കാനായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇര, മനസ്സിലായില്ലോ? ആരെയാണ് ആ ഇരയാക്കിയത്? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അല്ലേ, പിന്നെ അദ്ദേഹത്തിന് മാത്രമാണ് പോയിട്ടുള്ളൂ. ഈ വീഡിയോ ഇട്ട പെൺകുട്ടിക്ക് ഒന്നും പോയില്ല. റീച്ചാവാൻ വേണ്ടിയിട്ട് പല തോന്നിയാസവും കാണിക്കാനായിട്ട് ആരും സപ്പോർട്ട് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ അധികം സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വ്യൂസോ ലൈക്കോ ഉള്ള ചാനലേ അല്ല. പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. അതിനെതിരെ ഒന്ന് പ്രതികരിക്കണം. ഞാനൊരു സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഈ സ്ത്രീകളെന്ന് പറയണത് എല്ലാവരും നമ്മളുടെ സമൂഹത്തിൽ പരിഗണന അർഹിക്കുന്നവരാണ് അല്ലേ? പക്ഷേ സ്ത്രീകൾ മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ പുരുഷന്മാർക്കും പരിഗണന നൽകണം എന്നാണ് ഞാൻ പറയുന്നത്. വേറൊന്നുമല്ല, മനുഷ്യർ എന്നുള്ള പരിഗണന, അല്ലെങ്കിൽ ജെൻഡർ തിരിച്ച് ഇപ്പോൾ കുറേ സ്ത്രീകൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ, അല്ലേ, നമ്മളൊരു പുരുഷന്മാരുടെ എതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ പിടിച്ച് ജയിലിലിടും, അല്ലേ, ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷെ നേരെ തിരിച്ചൊരു പുരുഷനാണെങ്കിൽ കുറച്ച് കേസുകൾ മാത്രം അങ്ങനെയൊക്കെ കേട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാണ്. ഇപ്പോൾ ആണും പെണ്ണും സ്നേഹിച്ച് ആ ഒരു കാര്യം, ഇപ്പോൾ പെണ്ണ് ചതിച്ചിട്ട് പോയി, അല്ലെങ്കിൽ അങ്ങനെ വേറെ രീതിയിൽ പോയി ആണുങ്ങൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അവിടെ കുറ്റം പെണ്ണുങ്ങൾക്ക് ഇന്നേ വരെ മര്യാദക്ക് വന്നതായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ട് ആണുങ്ങൾക്കാണ് ആ കുറ്റം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലാവുമ്പോൾ അവരെ ഫോട്ടോ നിറയും. ഇവൻ ഇന്നവനാണ്, അന്നവനാണ്, അങ്ങനത്തവനാണ്, മറ്റവനാണ്, മറിച്ചവനാണെന്ന് പറഞ്ഞ് അങ്ങനത്തെ കുറേ ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരാളെ അല്ലെങ്കിൽ ഒരു ജെൻഡർ വിഭാഗത്തെ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നമ്മൾ ഈക്വലായിട്ടും ഇപ്പോൾ നമ്മളുടെ ആണുങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും ഒരേ രീതിയിലുള്ള പരിഗണനയെ നൽകാൻ പാടുള്ളൂ സമൂഹത്തിൽ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുകൊണ്ടായിരിക്കണം ദുരുപയോഗം ചെയ്യുന്നത്. നമ്മൾക്ക് എന്തും അധികം ആകരുത് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നൽകണത്. അധികമായാൽ അമൃതം വിഷം എന്നുള്ള ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എത്രത്തോളം പരിഗണന കിട്ടുന്നോ അത്രത്തോളം അവർ മിസ്യൂസ് ചെയ്യാനായിട്ട് നോക്കുള്ളൂ. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് എന്നോട്ട് മോശമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ വീഡിയോ എടുക്കാനായിട്ടല്ല ഞാൻ നോക്കുള്ളൂ. ഞാൻ അവിടെ വെച്ച് പ്രതികരിക്കും, മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ നേരെ ഫോൺ എടുക്കുക, വീഡിയോ ഓണാക്കുക, അയാളുടെ ഫേസ് ഷൂട്ട് ചെയ്യുക, അതൊന്നുമല്ല. ഞാൻ നേരെ പ്രതികരിക്കും. ഇപ്പോൾ ആ വീഡിയോയിൽ കണ്ടേക്കണത് എൻ്റെ ഒരു അഭിപ്രായമല്ല, നമ്മൾ കണ്ട സമൂഹത്തിലുള്ള അല്ലെങ്കിൽ കണ്ട വീഡിയോസ് കണ്ട എല്ലാവരുടെ അഭിപ്രായത്തിൽ നമ്മൾ കമൻസ് നോക്കി അറിയാൻ പറ്റും. ആ പെണ്ണിനെ മാത്രം കുറ്റപ്പെടുത്തുന്നുള്ള എല്ലാവരും. ഇപ്പം ഞാനടക്കം ആ ഒരു വീഡിയോയിൽ കണ്ടറിയാം. അദ്ദേഹം ആ പെൺകുട്ടീനെ നോക്കണ പോലുമില്ല. ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ അതാണ്. ആ പെൺകുട്ടീനൊന്നും നോക്കണ പോലുമില്ല. അദ്ദേഹം കുറച്ച് നീങ്ങിയ പോലും നിൽക്കുന്നത്. അദ്ദേഹത്തിന് അപ്പുറത്തൊരു സ്ത്രീയുണ്ട്, അവരെ പോലും നോക്കാണ്ട് പോലും അദ്ദേഹം ഒരു സൈഡിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാനെന്നല്ല നമ്മളെല്ലാവരും കണ്ടേക്കണം. പിന്നെ രണ്ടാമത് ആ ഒരു ഇതാക്കി വന്നതിൽ അദ്ദേഹം ഇറങ്ങുന്ന വീഡിയോ ആണ്. ഇറങ്ങാൻ നേരത്ത് ഈ പെണ്ണ് ചെന്നിട്ട് മുട്ടി നിൽക്കുന്ന രീതിയായിട്ട് എനിക്ക് തോന്നി. ചെന്ന് നിന്ന് ഇങ്ങനെ മുട്ടി കൊടുക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹം നമ്മളിപ്പോൾ ആരായാലും ഇറങ്ങാൻ നേരം ആകുമ്പോഴത്തേക്കും
നമ്മളുടെ പുറകിൽ തൊട്ട് പുറകിൽ ആൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ സാധനം എടുത്തിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ആണെങ്കിലും നമ്മളുടെ കൈ ബാക്കിലുള്ള ആളുടെ അടുത്ത് മുട്ടും. അതിപ്പോൾ ആരൊക്കെ വന്ന് നിന്നാലും നമ്മളുടെ കൈ നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ആളുടെ അടുത്ത് മുട്ടും. നമ്മൾ ആ സമയത്ത് ഇറങ്ങുന്ന ധൃതിയിൽ ആരാണ് അടുത്ത് നിൽക്കുന്നത് അതൊന്നും അല്ല നോക്കണത്. എങ്ങനെയെങ്കിലും ഇപ്പം നമുക്കറിയാലോ, നമ്മൾ എങ്ങനെയെങ്കിലും ബസ്സിൽ നിന്ന് ഇറങ്ങാനായിട്ടാണ് നോക്കുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ പുറകിൽ ആരാ ഉള്ളത് അങ്ങനെ ഒന്നും അല്ലല്ലോ നോക്കണം. വേഗം അങ്ങോട്ട് ഇറങ്ങാനായിട്ടല്ലേ നമുക്ക് പോവുള്ളൂ. അപ്പം ഞാൻ ആ ഒരു ഇത് കണ്ടത് അത്ര കണ്ടിട്ടുള്ളൂ. അദ്ദേഹം ഒന്നും ആ പെൺകുട്ടീനെ മോശമായിട്ട് നോക്കണം പോലും കണ്ടിട്ടില്ല. പിന്നെ ആ പെൺകുട്ടി കുറേ എക്സ്പ്ലനേഷൻ വീഡിയോസായിട്ടൊക്കെ വന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ ഒരാവശ്യമില്ലാത്ത രീതിയിൽ. ഇപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് അദ്ദേഹം മരിച്ചു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ തന്നെ ഒരാളുടെ ആ ഒരു വ്യക്തി ഓക്കെ, ഒരു വ്യക്തി എങ്ങനെ ആയിക്കോട്ടെ, ആ വ്യക്തി മോശക്കാരനോ എന്തുമായിക്കോട്ടെ, പക്ഷെ അവർക്കൊരു ഫാമിലി ഉള്ളതാണ്. അവരുടെ ഫാമിലിയുള്ള അംഗങ്ങൾക്ക് എന്തോരം വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തോരം ചീത്തപ്പേരുണ്ടാകുമെന്ന് നമ്മളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇതിലൊരിക്കലും അദ്ദേഹം ചീത്ത രീതിയിൽ ഒന്നും പെരുമാറുന്നതായിട്ടൊന്നും നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. ആ പെൺകുട്ടി മോശമായ രീതിയിൽ എന്തിനാണിങ്ങനെ ഒരാളുടെ ജീവിതം തകർത്തത്? ഒരു മനുഷ്യൻ്റെ ജീവിതം എടുത്ത് എന്തിനാണ്? ഒരാവശ്യമില്ലാത്ത രീതിയിലല്ലേ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചക്കാരെന്ന് പറയുന്നത് ഒട്ടും നമ്മൾ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല ചിന്തിക്കാനായിട്ടും. കാണുന്ന കാഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടിട്ട് നോക്കി വെറുതെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും പൊട്ടന്മാരല്ല നമ്മൾ, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല. ബസ്സിൽ തിരക്കാണെങ്കിൽ ഇപ്പോൾ മോശമായിട്ട് ഒരാൾ വന്ന്, ഇപ്പം നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയണ കാര്യം ഇതാണ്. നമ്മളുടെ അടുത്ത് മോശമായിട്ട് ഒരാൾ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുക. ആദ്യം ഒന്ന് മാറി നിന്ന് നോക്കുക. ഇനിയിപ്പോൾ അറിയാതെ മുട്ടിയതല്ലേ, ബസ്സല്ലേ, മുട്ടും. ഇപ്പോൾ നമ്മൾ തിരക്കാണെങ്കിൽ ആരെങ്കിലും അറിയാണ്ടൊക്കെ വന്ന് മുട്ടും. അറിയാണ്ട് മുട്ടിയതല്ലേ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നീങ്ങി നിൽക്കുക, കുറച്ചാണെങ്കിലും നീങ്ങി നിൽക്കുക. എന്നിട്ടും അദ്ദേഹം മോശമായിട്ടാണ് അവർ മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അവിടെ വെച്ച് പ്രതികരിക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ടുള്ള ഈ വീഡിയോസ് എടുക്കലൊന്ന് നിർത്തുക. എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ആ ഒരു കുടുംബത്തിനല്ലേ പോയത്, ഒരു കുട്ടിയുള്ള അല്ലേ, അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടെന്ന് കേട്ടു. ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും? ആ കുട്ടി എങ്ങനെയായിരിക്കും? പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കൂടെ പഠിക്കണവർ ആ കുട്ടീനെ എത്രത്തോളം ചിലപ്പോൾ അവർ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ചിന്തിക്കാനുള്ള കഴിവ് കുറവാണ് അല്ലേ. നമ്മൾ വലിയവരെയും കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് കുറവാണ്. നമ്മൾ വീഡിയോസിൽ എന്താണോ കാണുന്നത് അത് തന്നെയായിരിക്കും കുട്ടികൾ പറഞ്ഞു നടക്കുക. അപ്പോൾ ആ പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരായാലും ആ കൊച്ചിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ഇപ്പോൾ ആ കുട്ടീനെ കളിയാടാ നിൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ ആടി നിൻ്റെ അച്ഛൻ, അങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാകുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ആ ചെറിയ മനസ്സിൽ എത്രത്തോളം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും ചിന്തിക്കാതെ, അവർക്കൊരു കുടുംബം ഉണ്ട് എന്ന് പോലും ചിന്തിക്കാതെ നിങ്ങൾ വീഡിയോസ് എടുത്ത് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയാണ്ട് വെറുതെടുത്ത് അപ്ലോഡ് ചെയ്യുക, റീച്ച് ചെയ്യാൻ വാങ്ങുക, അല്ലെങ്കിൽ മില്യൺസ് വ്യൂസ് ആക്കുക, അല്ലെങ്കിൽ ലൈക്ക് അടിച്ച് കയറ്റുക. എന്തിനാണ് വെറുതെ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാണ്ട് അന്തസ്സായിട്ട് വേറെ എന്തോ ഒരു വീഡിയോസ് എടുക്കാം നമുക്ക്? അങ്ങനെയൊക്കെ ചെയ്തൂടെ? എന്തിനാണ് ഇങ്ങനെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത്? എന്തിനാണ്? ഞാൻ പറയുന്നത് വേറൊന്നുമില്ല. എല്ലാവരോടുമായിട്ട് പിന്നെയും ഞാൻ പറയുകയാണ്, നമ്മൾ ബസ്സിൽ കയറുമ്പോഴത്തേക്കും തിരക്കുള്ള ബസ്സാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ മേത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഇങ്ങനെ ടച്ച് ചെയ്യും നമ്മൾ ആരുടെ ആയാലും. അപ്പോൾ നമ്മൾ മോശമായിട്ടുള്ള രീതിയിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ നിമിഷം നമ്മൾ പ്രതികരിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ബസ്സിൽ കണ്ടക്ടർമാരുണ്ടാവുമല്ലോ. ഇപ്പോൾ ചില കണ്ടക്ടർമാരോട് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കും ആ പുള്ളിക്കാരൻ എങ്ങനെയാണ്, നമ്മളുടെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിലാണോ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കും. എന്നിട്ട് അവർ പ്രതികരിക്കും. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുക.
അല്ല, അങ്ങനെ പല വഴികളും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കണ്ടെന്നല്ല, വീഡിയോ എടുത്തോ, കണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യാം. അത് അങ്ങനെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം, അങ്ങനെ ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലയിൻറ്റ് ചെയ്യുക. ഇന്ന ആളെ എന്നെ ചീത്ത രീതിയിൽ തൊട്ടു എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇത്രയും പല വഴികളും ഉണ്ട്, മനസ്സിലായി. ലോകത്ത് അവരുടെ മുഖം മൂടി പറിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ അവർ പാവങ്ങളെപ്പോലെ നടന്നവരാണ്, അവരുടെ സ്വഭാവം ഇതാണ് എന്നുള്ള രീതിയിൽ വെറുതെ അടിച്ചിറക്കാതെ അവരെങ്ങനെയുള്ളവരാണ് എന്ന് നല്ല രീതിയിലൊന്ന് കണ്ടിട്ട്, ആ വീഡിയോയിലേക്ക് ഒരിക്കലും എനിക്ക് ആ ചേട്ടനെ മോശമായിട്ട് നോക്കിയ പോലും എന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. മോശമായിട്ടേ നോക്കണില്ല. മോശമായിട്ടൊന്നും പോട്ടെ, നോക്കണ പോലില്ല ആ പെൺകുട്ടീനെ. എന്നിട്ട് ഇങ്ങനത്തെയൊക്കെ വീഡിയോ എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്ത്രീകളെന്ന് പറയണത് പലരും, ഞാൻ പറഞ്ഞില്ലേ, അവർക്കുള്ള ആ ഒരു സംഭവങ്ങളെ കുറേ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു സ്ത്രീയാണ്. നമ്മൾ സ്ത്രീയോ പുരുഷനോ അങ്ങനെയല്ല, നമ്മളൊരു മനുഷ്യരാണ്, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, ചിന്തിക്കാൻ കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ അല്ലേ, ചിന്തിക്കാൻ ഏറ്റവും കഴിവുള്ളവരാണ് മനുഷ്യർ എന്ന് പറയാം. എന്തിനാ വെറുതെ ഇങ്ങനെ കാണിക്കുന്നത്? നമ്മൾ മനുഷ്യർ, നമ്മളുടെ ഈ സമൂഹത്തിൽ എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്ത്രീക്കായാലും പുരുഷനായാലും എല്ലാവരും ഒരേപോലെ തന്നെയാണ്, മനസ്സിലായില്ലേ? നമ്മൾ ഒരാളെ കരിവാരി പൂശാനോ അല്ലെങ്കിൽ മറ്റൊരാളെ അങ്ങനെ കൂടുതലായിട്ടും ആണുങ്ങളുടെയാണ് ഞാൻ ഇതുവരെ കാണുന്നത്. സ്ത്രീകൾ എന്തോരം കുറ്റം ചെയ്യുന്നവരുണ്ട്, കുറേ കുറ്റം ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരുടെ ഒരു വാർത്തകൾ പോലും ഒന്നുമില്ല. പക്ഷെ ആണുങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം. ഞാനിപ്പോൾ ഒരു സമൂഹത്തെ, ഒരു വിഭാഗം ആൾക്കാരെ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടന്നത് അത് മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് ബുദ്ധിയുള്ള ജീവികളല്ലേ നമ്മൾ മനുഷ്യർ എന്ന് പറയണത്. അതൊന്ന് ചിന്തിച്ചുകൂടെ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്? അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ആ ചേട്ടൻ്റെ മരണ വാർത്ത കൂടുതൽ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഇനിയെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു എന്താ പറയുക, തരം കാണാൻ വീഡിയോ ഒന്നും ഇടാതെ ഇരിക്കുക, ദൈവത്തോർത്ത്. എനിക്കത് മാത്രമാണ് നമ്മളുടെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഗേൾസിനോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. നിങ്ങൾ മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം, ആ വ്യക്തി ഒന്നും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തോ, ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ദൈവമേ ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെയാണെന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുകയുണ്ടാവുള്ളൂ. എല്ലാവർക്കും മനസ്സിൽ താങ്ങണമെന്നുണ്ടാവില്ല. വേറെ ഏതെങ്കിലും ആണുങ്ങളായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അപ്പം തന്നെ വന്ന് ഈ വീഡിയോ കണ്ട സ്പോട്ടിൽ വന്ന് എവിടെ നിന്നാണെങ്കിലും വന്ന് അടിച്ച് മോന്ന് പൊളിച്ചാനേ. പക്ഷേ അദ്ദേഹം ഒരു പാവമായിരുന്നുകൊണ്ട് സമൂഹത്തിന് തനിക്കിനി ഇറങ്ങി നടക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു വിഷമം കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യുക ചെയ്തു. ഒരാളുടെ ജീവൻ നമ്മൾ ഇങ്ങനെ മോശമായുള്ള രീതിയിൽ വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് കഴിയുമ്പോൾ എനിക്ക് ആ പെൺകുട്ടീനോട് ഒരു കാര്യം ചെയ്യാനുള്ളൂ. ഇനി തൻ്റെ ഭാവിയിൽ താൻ എങ്ങനെ സുഖമായിട്ട് ഒരു ദിവസമെങ്കിലും ഇങ്ങനെ കിടന്നുറങ്ങും. ഒരാളെ താൻ കാരണം ആ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു. അപ്പോൾ എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയും? ഇനി എങ്ങനെയായിരിക്കും തൻ്റെ ഭാവി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെങ്ങനെ നല്ല രീതിയിൽ കിടന്നുറങ്ങും? സത്യം പറയാമല്ലോ, എനിക്ക് എൻ്റെ വീട്ടിലുള്ള കുറച്ച് പട്ടികളൊക്കെ ഉണ്ട്. ആ പട്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈർക്കിൽ വെച്ചൊന്ന് തല്ലിയാൽ തന്നെ ഞാൻ പോയി അവരുടെ അടുത്ത് പോയിരുന്ന് കരയും. എനിക്ക് അത്രയ്ക്ക് വിഷമം വന്ന ആളാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ നമ്മൾ കാരണം അവർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കാണ് പറ്റുള്ള, എനിക്ക് ഓർക്കാനേ പറ്റുള്ള ആ ഒരു കാര്യം ഇങ്ങനെ ഇതായിട്ട് നടക്കുമെന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ള, ദൈവത്തോർത്ത് ഇങ്ങനത്തെ ഒരു തരം താണ രീതിയിലുള്ള വീഡിയോസ് എടുക്കൽ നിർത്തുക എന്നുള്ള മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.